അധ്യാത്മരാമായണം, യുദ്ധകാന്ഡം, രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കപികളും വാരാന്നിധിക്കു വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മി വരുത്തി വിരവോടു മന്ത്രനികേതനം പുക്കിരുന്നീടിനാൻ. ആദിതേയാസുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയും ഇല്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോടു വന്നകം പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപാവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ധിതന്നുത്തര തീരെ മരുവുന്നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നീതധമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞു ഞങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിന്നൈകമത്യമായേവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു. മധ്യമമായുള്ള മന്ത്രമതെന്നിയേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബോധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയാ. കാലുഷ്യചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളൊന്നധമമതെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നു നന്നെത്രയുമോർത്തോളമുള്ളിതിലെന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം
ജയിച്ച ഭവാൻ ഇന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതുമെത്രയും അത്ഭുതം. വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ദത്വാ വിനിക്ഷിപ്യ പത്തനേ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാദനോദോർക്ക നീ. വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയുമോർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താലൊരു ഭയമുണ്ടാവോ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയേണമോ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസ ശൈലമിളക്കിയെടുത്തുടനാലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതും ഒരാമയമെന്നിയെ പോയി കണ്ടതും അവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയും ഇല്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും. എത്രയും പാരമിളപ്പം നമുക്കതു മുൾത്താരിലോർത്തരുളേണം ജഗൽ പ്രഭോ. നക്തഞ്ചരവരരിത്തം പറഞ്ഞവളുൽത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂഢമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുമുട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിലാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ
ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബലീശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതുമെനിക്കിതെന്നുള്ളതുമുള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീതു നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ, ദേഹത്തിനന്തരം വന്നു പോം മുന്നമേ. മോഹിച്ചദാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊടുക്കിനാൻ. ആശു വരുവൻ അനുജ്ഞയെ ചെയ്കിലെന്നാശരാധീശ്വരനോടു ചൊല്ലിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവാനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീര ദശാനന, കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ, രാമനോടിത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്രഘ്നയജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭന കമ്പനൻ കമ്പനൻ. വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനും ത്രിശിരസതികായനും. ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംസാദിവീരരും. യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷരും മകരാക്ഷനും. ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാവല്ലഭനോടെടോ നേരെ പൊരുതു ജയിപ്പതിന്നാരുമേ. ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിറുതിയുമല്ല കേൾ. പാഷിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല വനീശാനനുമല്ല. ദേഹാവുമല്ല ഭുജംഗാധിപനുമല്ലാദിത്യരുദ്ര വസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ.
മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മഞ്ഞിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിടിനാൻ. കൊന്നാനിരൂപത്തൊരു തുടരാമനായി മഞ്ഞവന്മാരെ അസുരാംശമാകയാൽ അന്നസൂരരെയൊക്കെ ഒടുക്കുവാൻ മഞ്ഞിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലനംബുജലോചനൻ ഈശ്വരനിന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ട കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്ത പരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാൽ അടിവെച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം. പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന ഖരാതികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ. മഞ്ഞിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ തന്വങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടുമമാത്യരാമിഷ്ടം പറഞ്ഞു കൊള്ളിക്കുമതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൻ പ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നുടെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരും നേരം
ആമയമുള്ളിലെനിക്കുണ്ടതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ. മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലെയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാലാരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതുമോർക്ക നീ. രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ, സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങൊല. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽകുക ദേവിയെ, വംശം മുടിച്ചു കളയായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടോരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന. ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകിൽ ആശു നീ വധ്യനാമെന്നാലതിനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയിലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലാമാത്യന്മാരുമായവനിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാലയമിത്ര ഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരമാപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമൊരാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകായികിലോ മമ ചന്ദ്രഹാസത്തിനിന്നേകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പാൻ ആവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥകളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയെ. കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ ഭൂമിഭാരം കളഞ്ഞിടുവാനായി. മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ.
രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ പൂർവം രാമതപോവനാനിഗമനം ഹൃത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണ കുംഭകർണ നിധനം ഹേ തദ്ധി രാമായണം ഹേ തദ്ധി രാമായണം.